വെൽക്കം ടു TFT. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പ്രവേശന കവാടത്തിലാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കർത്താവ് എനിക്ക് തന്ന ഭവനം. ഒരു ഭംഗിവാക്കല്ല, അത് അങ്ങനെ തന്നെയായിരുന്നു. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതോടുകൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള അതിനുള്ളൊരു ടിപ്പും കൂടെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം വിശ്വസിച്ച് നമ്മളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നത് അങ്ങനെ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചോദിച്ചാൽ എനിക്കത് ലഭിക്കും എന്നുള്ള വിശ്വാസം. ഞാൻ ചോദിക്കുന്ന ആൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ള ഉറപ്പാണ് ആ വിശ്വാസം. അപ്പോൾ തന്നെ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യണം. ഞാൻ ഈ ചോദിക്കുന്ന കാര്യം ഞാൻ സ്വപ്നം കാണണം. എൻ്റെ പ്രാർത്ഥനയിൽ അതെനിക്ക് ലഭിച്ചതും ഞാനത് ഉപയോഗിക്കുന്നതുമായിട്ട് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് ഈ ഭവനം എനിക്ക് ലഭിച്ചത്. വാസ്തവത്തിൽ ഈ ഭവനം ഇരിക്കുന്ന സ്ഥലം ഒരു ശാപം പിടിച്ച സ്ഥലമായിരുന്നു. എനിക്ക് കുടുംബ സ്വത്തായിട്ട് കിട്ടിയതാണ്. ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. വാസ്തവത്തിൽ ശാപം പിടിച്ച സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. ശാപം പിടിച്ച സ്ഥലം എന്ന് പറയാൻ കാരണം തലമുറകൾക്ക് മുമ്പ് എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഇവിടെ വീട് പണിയാനായിട്ടൊരു തറ കെട്ടി. അതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ആ അപ്പച്ചൻ്റെ അമ്മച്ചി മരിച്ചുപോയി. പിന്നീട് ആരും ഇവിടെ ഒരു ഭവനം പണിയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ തറ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ ഈ ഭവനം പണിയാനായിട്ട് വരുമ്പം ആ തറ ഇവിടെ ഉണ്ട്. ഞാനത് പൊളിച്ചിട്ടാണ് എൻ്റെ ഈ ഭവനം ഇവിടെ പണിത്. കാരണം അന്നെന്നോട് ഈ ദേശത്തുള്ള എല്ലാവരും പറയുന്നു, ഇവിടെ ഭവനം പണിതാൽ നീ അനുഭവിക്കും, ഇത് ശാപം പിടിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ പണിയാതെ മാറ്റി പണിയുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ ആ സമയത്ത് കർത്താവിനെ അറിഞ്ഞു. എനിക്ക് ഉറപ്പായി എൻ്റെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ശാപവും എന്നെ ഏക്കത്തില്ല. എനിക്കറിയാം ഇന്നും പല വിശ്വാസികളും അല്ലെ പല ക്രിസ്ത്യൻസും ഇന്നും അവർക്ക് ഭയമാണ്. എൻ്റെ അടുത്ത്, ഞാൻ ആർക്കിടെക്റ്റാണ്, എൻ്റെ അടുത്ത് പലരും വരുമ്പം നമ്മൾ വിശ്വാസത്തിൽ വളരെ ഉറപ്പുള്ളവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും അവർക്ക് വളരെ ഭയമാണ്. ചില സ്ഥലങ്ങളിൽ പണിതാൽ എന്തെങ്കിലും ദോഷം വരുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന കാര്യങ്ങളിൽ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റുമോ, ആരൊക്കെയോ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുക. പക്ഷേ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശാപവും ഏക്കത്തില്ല. കർത്താവ് അവരുടെ പ്രൊട്ടക്ഷൻ. എനിക്ക് ഈ പൂർണ്ണ ഉറപ്പ് വന്നപ്പം ഞാൻ എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു, എൻ്റെ ഫാദറിനോട് പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം തരാമെങ്കിൽ എനിക്കിവിടെ ഒരു പുതിയ വീട് പണിതാൽ കൊള്ളാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ എടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലം എനിക്ക് തന്നു. എന്നാൽ ഇതിൻ്റെ പ്ലാൻ ഞാൻ വരയ്ക്കുമ്പം ആ സമയത്ത് എൻ്റെ ബാങ്ക് ബാലൻസ്, നിങ്ങൾ ചിരിക്കില്ല ഞാൻ പറയാം, വെറും 500 രൂപയായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ ഡിറ്റാഡ് ചോദിച്ചാൽ മതി. ഞാൻ വീട് പണിയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ഡിറ്റാഡിനോട് ചോദിച്ചു, ഈ 500 രൂപ കൊണ്ട് വീട് പണിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, തീർച്ചയായിട്ടും പറ്റത്തില്ല. അന്ന് ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ പമ്പാ നദിയാണ് ഒഴുകുന്നത്. ഞങ്ങൾ സമ്മർ സമയത്ത് ഞങ്ങളിവിടെ കുളിക്കാൻ വരും. ഞാൻ ഡിറ്റാഡിനോട് കുളിക്കാൻ വരും. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലം കാണുമ്പം ഞാൻ ഡിറ്റാഡ് പറയും, അന്ന് ഇവിടെ കാട് പിടിച്ച് കിടക്കുക. ഞാൻ ഡിറ്റാഡ് പറയും, നീ അങ്ങോട്ട് നോക്കിയിട്ട് സ്വപ്നം കാണാൻ പറയും. ഇവിടെ നമ്മൾ ഭവനം പണിയുന്നതായിട്ടും നമ്മൾ അവിടെ കൂടെ അതിൻ്റെ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടും നീ സ്വപ്നം കാണാൻ പറയും. സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഈ 500 രൂപ ബാങ്ക് ബാലൻസ് വെച്ചുകൊണ്ട് സ്വപ്നം കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം വർഷമൊന്നുമില്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് പണിയാനായിട്ടുള്ള ഫണ്ട്, ഞങ്ങൾ ഇതിൻ്റെ പണി തുടങ്ങുമ്പോൾ പോലും ഇത് പണിയാനുള്ള മുഴുവൻ ഫണ്ടില്ല, അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ കയ്യിലായിട്ടുള്ളൂ. പക്ഷെ കർത്താവ് ഗൈഡൻസ് തന്നു, തുടങ്ങിക്കോളാൻ പറഞ്ഞു. വിശ്വാസത്തോടെ തുടങ്ങി. കർത്താവ് ഗൈഡൻസ് തന്നുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു ബാധ്യതയുമില്ലാതെ ഈ ഭവനം എനിക്ക് പണിയാൻ പറ്റി. അത് തന്നെയല്ല, ഈ ശാപം പിടിച്ച സ്ഥലം എന്ന് പറഞ്ഞിരുന്ന ഈ സ്ഥലത്ത് പണിത ഈ വീടിന് 2008 കേരളത്തിലുള്ള ഏറ്റവും നല്ല വീടിനുള്ള അവാർഡും എനിക്ക് കിട്ടി. മലയാള മനോരമയുടെ ബെസ്റ്റ് ഹോം അവാർഡ് ഞങ്ങളുടെ ഈ വീടിനായിരുന്നു. ഇനി നിങ്ങൾ പറ, ശാപത്തെ അനുഗ്രഹമാക്കാൻ കർത്താവിന് പറ്റുമോ? തീർച്ചയായിട്ടും. നിങ്ങൾ
വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും തരാമെന്ന വചനം പറയുന്നത്, അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത്. എത്ര ശാപം പിടിച്ച സ്ഥലമായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര ശാപം പിടിച്ച കാര്യങ്ങളായിക്കോട്ടെ, ഒരുവൻ ക്രിസ്തുവിലായ പിന്നെ അവനെ ഇതൊന്നും ഏക്കത്തില്ല. നല്ല ധൈര്യത്തോടെ ഞാൻ പറയാം, നത്തിങ് വിൽ ഹാം യു, നത്തിങ് വിൽ ടച്ച് യു. കാരണം ബൈബിൾ പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഞാൻ പിന്നെ ആരെയാണ് ഭയക്കേണ്ടത്? ബൈബിൾ വീണ്ടും ചോദിക്കുക, കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലം? അപ്പം നമ്മൾ ഭയപ്പെടുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് കർത്താവിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഭയപ്പെടുന്നത് അല്ലേ? എൻ്റെ കർത്താവ് സകലത്തിന് മതിയായവനാണ്. അവൻ്റെ പ്രൊട്ടക്ഷൻ എനിക്കുണ്ട്. അവനേക്കാൾ വലിയ ആരുമില്ല. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാ എൻ്റെ ബോൾഡ്നെസ്, ഇതാ എൻ്റെ ധൈര്യം. ഏത് ശാപം പിടിച്ച സ്ഥലത്തായിക്കോട്ടെ അതിനെ അനുഗ്രഹമാക്കാനും നന്മയാക്കാനും കർത്താവിന് സാധിക്കും. ഇതായിരിക്കണം നമ്മുടെ ഉറപ്പ്. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.